എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in/UGP cap 2024/ എന്നുള്ള ഈ ഒരു പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യാനായിട്ട് സൈഡിലായിട്ട് ലോഗിൻ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അക്കൗണ്ട് അതായത് ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ് അതായത് കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ളത് അല്ലെങ്കിൽ റീസെറ്റ് മൈ പാസ്വേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം പിന്നീട് വരുന്ന ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നൽകി നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അതായത് റിക്കവർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അതായത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഇമെയിൽ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ എന്നിവ നൽകി സബ്മിറ്റ് അതിനുശേഷം ഇവിടെ ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് നിങ്ങൾ ഈ ഒരു അതായത് ആപ്ലിക്കേഷൻ നമ്പർ അല്ല നിങ്ങൾക്ക് പാസ്വേഡാണ് റിക്കവർ ചെയ്യേണ്ടതെങ്കിൽ നേരത്തെയുള്ള ആ ഒരു പേജിൽ റീസെറ്റ് മൈ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, അതിനുശേഷം ഐ എം നോട്ട് റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത ഫീസ് ആ ഒരു നിശ്ചിത ദിവസത്തിനകം വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. അതായത് ആദ്യ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് സർവകലാശാല ഫീസ് അതായത് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈനായിട്ട് അടച്ചിട്ട് മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് സ്ഥിരം അല്ലെങ്കിൽ താൽക്കാലികം തിരഞ്ഞെടുത്ത് ജൂൺ 19 വൈകുന്നേരം 4 മുമ്പായിട്ട് കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. അപ്പോൾ ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും സ്ഥിര പ്രവേശനം തിരഞ്ഞെടുത്തവരും ഈ സമയപരിധിക്കുള്ളിൽ കോളേജിൽ നേരിട്ട് ഹാജരായിട്ടാണ് പ്രവേശനം നേടേണ്ടത്. താൽക്കാലിക പ്രവേശനം തിരഞ്ഞെടുത്തവർ കോളേജുകളിൽ ബന്ധപ്പെട്ട് പ്രവേശനം ഉറപ്പാക്കിയാൽ മതിയാകും. അതായത് കോളേജിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുക. സ്ഥിരമായ താൽക്കാലികമായ പ്രവേശനം ക്കുന്നവർ തെളിവായി കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. പരാതികൾ ഉണ്ടാകുന്ന പക്ഷം സമർപ്പിക്കുന്നതിന് കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1418 രൂപയും SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ 50 രൂപയുമാണ് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ആയിട്ട് ആവശ്യമുണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥി ലോഗിൻ ചെയ്ത ശേഷം അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുക. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയും അതിനുശേഷം അതായത് നിങ്ങളുടെ ആ ഒരു ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഈ ഒരു അതായത് നിങ്ങൾ കോളേജിൽ വിളിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു നിങ്ങൾ ആ നിശ്ചിത ദിവസത്തിനകം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് ഈ ഒരു 19-ാം തീയതിയോ അതിനു മുൻപോ ആയിട്ടാണ്. 19-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോ, ഓൺലൈനായിട്ട് ലഭിച്ച അലോട്ട്മെൻറ്റ് മെമ്മോ, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അതായത് TC, അതുപോലെ തന്നെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ മാർക്ക് ലിസ്റ്റ്, അതായത് ഓൾ പാർട്ട് ഓഫ് ദ +2 ഓർ ഇക്വലൻറ്റ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ ഈ ഒരു അതായത് VHSC കേരള ഹയർ സെക്കൻഡറി, അതുപോലെ THSLC, CBSE, CISE, അതുപോലെ തന്നെ ഈ ഒരു തുല്യത അതുപോലുള്ള അല്ലാതെ പാസ്സായിട്ടുള്ള വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭിക്കുന്ന അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതായത് SC/ST കാറ്റഗറിയിലുള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ വിദ്യാർത്ഥികൾ അതായത് ഈ ഒരു SC/BC വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ഇൻകം ആൻഡ് അസെപ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അതായത് EWS കാറ്റഗറിയിലുള്ളവർക്ക് ഒരു EWS സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം ഓർ അസെറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് കാൻഡിഡേറ്റ്സിന് പോലെ ബോണസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബോണസ് പോയിൻ്റ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷനായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടേണ്ടതുമാണ്. അതുപോലെ ഫസ്റ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഈ ഒരു കോളേജിൽ റിപ്പോർട്ട് ചെയ്യാനോ മറ്റോ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങളെ നോട്ട് ജോയിനിങ് ആയി കണക്കാക്കുകയും പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതും ആയിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.